ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു ഒരു സോങ്ങിൻ്റെ റിയാക്ഷനായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഷൈനികം ലീഡ് റോളിൽ വരുന്ന ബൾട്ടി എന്ന ഒരു മൂവിയിലത്തെ ഒരു സോങ് കഴിഞ്ഞ് ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സായ ഭയങ്കറിൻ്റെ മലയാളം മൂവി ഇൻഡസ്ട്രിക്കുള്ളൊരു എൻട്രി കൂടെയാണ് ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ വന്ന് അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിരുന്നു. ലാലേട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ട് വെൽക്കം സായി അവർ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമയിൽ എന്തെങ്കിലും റോളൊക്കെ ആയിരിക്കും, ആക്ടിങ് ബേസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും റോളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ മ്യൂസിക് പുള്ളിയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. എന്തായാലും നമുക്ക് ഇത് നോക്കാം, സോങ് എന്തായാലും നോക്കാം. ക്യാരക്ടറിൻ്റെ പേര് ഉദയന. വൺ മിനിറ്റ് ശരിക്കൊരു എന്താ പറയുക, നമ്മൾ അനിരുദ്ധിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ സോങ്ങുകൾ പോലെ സാധനം ഫീൽ ചെയ്യണം അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ആ സാധനം എനിക്ക് കിട്ടിയത് ശരിക്കും ഒരു തമിഴിലത്തെ ഒക്കെ അവരൊരു ഇൻസ്ട്രുമെൻസ് ഒക്കെ യൂസ് ചെയ്ത് ബീറ്റുകളൊക്കെ ചേർത്തിട്ടുള്ള അങ്ങനത്തെ ഒരു മൂഡ് സോങ്.
സി ഇത് എനിക്ക് നല്ല രീതിക്ക് ലൈക്കായിട്ട് ഈ സോങ് നല്ല അടിപൊളി സോങ് നല്ല രസമായിട്ടുണ്ട്. ഞാനത് ആദ്യം പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ അനിരുദ്ധിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടച്ച് ഒരു സാധനം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ സാധനം ഞാൻ കണ്ടിട്ടില്ല. അത് ബേസിക്കലി എനിക്ക് തമിഴ് സോങ്സാണ് കൂടുതൽ ഇഷ്ടം. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ കൂടുതൽ കേൾക്കണമൊക്കെ അങ്ങനത്തെ സോങ്സുകളാണ്. ദെൻ ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കുറവാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഐറ്റം കാണുന്നത് സോങ്ങിൽ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ എനിക്ക് അതിൻ്റെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എനിക്ക് അറിയത്തില്ല, അവരെ കുറിച്ചൊന്നും അറിയത്തില്ല എനിക്ക്. എന്തോ മ്യൂസിക്കിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഓക്കെ തോന്നുന്നുണ്ട്. കാരണം പുള്ളി മറ്റേ ലോകേഷ് യൂണിവേഴ്സിൽ LCയിൽ വന്നിരിക്കുന്ന ബെൻസ് എന്ന് പറഞ്ഞ മൂവിയുടെ ഒക്കെ BGM ഒക്കെ പുള്ളി ചെയ്യുന്നത്. പിന്നെ അറ്റ്ലി അല്ലൊറിജിനൽ പുതിയ മൂവി വരുന്നുണ്ട്, അതിലൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മ്യൂസിഷ്യൻ. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ പുള്ളി മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു നമുക്ക്. കാരണം അത് പുള്ളി ഓക്കെ ആക്കിയിരിക്കും എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. സ്റ്റോറി വൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എനിക്ക് ഇതിൻ്റെ ഈ ആൾക്കാരെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എനിക്ക് പടത്തിനെ കുറിച്ച് വലിയ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. മ്യൂസിക്കിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്, അത് പുള്ളി തൂക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ എൻ്റെ ടൈറ്റിൽ ടീച്ചർ എന്ന് വന്നപ്പോൾ അതിൽ അൽഫോൺസ് പുത്രനൊക്കെ കണ്ടായിരുന്നു. പുള്ളിയൊക്കെ അതിലുണ്ട്, വില്ലനോ എന്തോ നല്ലൊരു റോളുണ്ട് പുള്ളിക്ക്, എന്തോ അങ്ങനത്തെ ഒരു റോൾ ഉണ്ട് അതിൽ കാണിക്കുന്നുണ്ട് പുള്ളീനെ. പിന്നെ ഇനി മ്യൂസിക് അടിപൊളിയാണ്, നൈസ് അടിപൊളി മ്യൂസിക് ആയിട്ടുണ്ട്, നല്ല സോങ്ങാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. താങ്ക് യു.